ഹലോ, നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിൻ്റെ ലാസ്റ്റ് ബ്ലോക്കിൽ, 4ാമത്തെ ബ്ലോക്കിൽ 2ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സ് പല സബ്ജക്റ്റുകളുടേതുണ്ട്. ഏത് സബ്ജക്റ്റ് എങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വാട്സപ്പ് നമ്പറിൽ വരിക, വാട്സപ്പിൽ വിവരം തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകും. 2ാമത്തെ യൂണിറ്റിൻ്റെ പേര് പാശ്ചാത്യ വിവർത്തന സിദ്ധാന്തങ്ങൾ എന്നാണ്. അതായത് പാശ്ചാത്യരായിട്ടുള്ള ആളുകളുടെ വിവർത്തനത്തിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് ഇതിൽ വിവരിക്കുന്നത്. എഴുതിയിട്ടുള്ളത് ഡോക്ടർ NE വിശ്വനാഥ അയ്യർ. അപ്പോൾ ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. NE വിശ്വനാഥ അയ്യർ അറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമാണ്. ഇദ്ദേഹം ഒട്ടേറെ കൃതികൾ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. രാമരാജ ബഹദൂർ, അരനാഴിക നേരം, വേരുകൾ, ആൾക്കൂട്ടം, മരുന്ന്, ഉജ്ജയിനി ഇവയൊക്കെ അദ്ദേഹം മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഷഹർസോ രഹാ ഹെ, ഫൂൽ ഓർ ഖാണ്ഡെ, ഉഡ്താ ചാന്ദ് ഡൂബ്താ സൂരജ്, പിന്നെ CD ഓർ സാബ്, പിന്നെ വ്യാവഹാരിക അനുവാദം തുടങ്ങിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളുമാണ്. അതായത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള കൃതികളുമാണ്. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ വിവർത്തന സിദ്ധാന്തങ്ങളിലേക്ക് കിടക്കുകയാണ്. വിവർത്തനത്തിന് ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ രൂപവത്കരിക്കാനുള്ള ശ്രമം കൂടുതലും നടന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണെന്നാണ് വിശ്വനാഥ അയ്യർ പറയുന്നത്. വിവർത്തന സിദ്ധാന്തങ്ങൾ പ്രകൃതിശാസ്ത്ര സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ സൂത്രവാക്യങ്ങളോ പോലെ ഒറ്റവാക്യങ്ങളല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പണ്ഡിതന്മാർ തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വിവർത്തനം എങ്ങനെയെന്ന് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച പാശ്ചാത്യ പണ്ഡിതൻ NC ലെ ATM ഡോലറ്റാണ്. 1540 ഡോലറ്റ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സൗകര്യാർത്ഥം ആ സിദ്ധാന്തത്തെ ഡോലറ്റിൻ്റെ പഞ്ചതത്വങ്ങൾ എന്ന് ആണ് വിളിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചം എന്ന് പറയുമ്പോൾ 5 ഉണ്ടാവുമല്ലോ. ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തത്, വിവർത്തകൻ താൻ വിവർത്തനം ചെയ്യുന്ന കൃതിയുടെ ഉള്ളടക്കവും മൂലലേഖകൻ്റെ ഉദ്ദേശവും ഭംഗിയായിട്ട് ഗ്രഹിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. മൂലഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, മൂലഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിനെയാണോ നമ്മൾ വിവർത്തനം ചെയ്യുന്നത് ആ ഗ്രന്ഥമാണ് മൂലഗ്രന്ഥം, അല്ലെങ്കിൽ അത് എഴുതിയ ആളാണ് മൂലലേഖകൻ. ഇനി 2ാമത്തെ തത്വം, വിവർത്തകന് സ്രോതഭാഷയിൽ, സ്രോതഭാഷ ലക്ഷ്യഭാഷ എന്ന് പറയുന്നത്. സ്രോതഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷ, ഏതിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് അതാണ് ലക്ഷ്യ ഭാഷ. കഴിഞ്ഞ യൂണിറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്. വിവർത്തകന് സ്രോതഭാഷയിൽ പൂർണ്ണമായ അവഗാഹം അല്ലെങ്കിൽ അറിവ് ഉണ്ടായിരിക്കണം. അത് അത്ര തന്നെ ഏതിലും അവഗാഹം വേണം, ലക്ഷ്യഭാഷയിലും അവഗാഹം വേണം എന്നതാണ് 2ാമത്തെ തത്വം. 3ാമത് പറയുന്നത്, പദത്തിനു പദം എന്ന ക്രമത്തിൽ വിവർത്തനം ചെയ്യാനുള്ള പ്രവണത ഒഴിവാക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മൂലകൃതിയുടെ അർത്ഥത്തിന് കോട്ടം തട്ടുകയും, അതായത് യഥാർത്ഥ കൃതിയുടെ അർത്ഥത്തിന് കോട്ടം തട്ടുകയും അതിലെ അവതരണ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആരുടെ? ഡോലറ്റിൻ്റെ, ലേഖകൻ്റെ അല്ല, ഡോലറ്റിൻ്റെ അഭിപ്രായം. 4ാമത്തത്, വിവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഭാഷ സാധാരണ പ്രചാരത്തിലുള്ളതായിരിക്കണം. ഇതൊക്കെയാണ്. 5ാമത്തത്, ഉചിതമായ പദങ്ങളും സമുചിതമായ പദവിന്യാസവും കൊണ്ട് വിവർത്തകൻ തൻ്റെ വിവർത്തനത്തിൽ ഉചിതമായ സ്വരവിന്യാസത്തോടു കൂടിയ മൊത്തത്തിലുള്ള ഫലപ്രതീതി ഉണ്ടാക്കണം. അതായത് ആവശ്യാനുസരണം ചിലതെല്ലാം നമ്മൾ ദീർഘിപ്പിക്കുകയോ സങ്കോചിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടാണെങ്കിലും എന്ത് വേണം, നല്ലൊരു ഫലപ്രാപ്തി അതിന് ഉണ്ടാവണം. ഇങ്ങനെയാണ് ആരുടെ പഞ്ചതത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിനൊക്കെയാണ് ആരുടെ ഡോലറ്റിൻ്റെ പഞ്ചതത്വങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഡ്രൈഡൻ്റെ അഭിപ്രായത്തിൽ വിവർത്തനത്തിന് അടിസ്ഥാനപരമായിട്ട് 3 ശൈലികളാണുള്ളത്. ഒന്നാമത്തെ മെറ്റാഫ്രേസ് ആണ്. എന്ന് പറഞ്ഞാൽ പദവിവർത്തനം, പദത്തിന് പദമായിട്ടിങ്ങനെ പദാനുപദമായിട്ടിങ്ങനെ വിവർത്തനം ചെയ്യുന്ന രീതിയാണ് മെറ്റാഫ്രേസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലിയിലൊന്ന് ഡ്രൈഡൻ്റെ അഭിപ്രായത്തിൽ. 2ാമത്തത് പാരാഫ്രേസ് ആണ്. പരാവർത്തനം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ഈ വിവർത്തനത്തിൽ മൂലലേഖകൻ്റെ രചനയെ വളരെ പ്രാധാന്യത്തോടെ മുന്നിൽ കാണുകയും അതിലെ പദങ്ങളെക്കാൾ അർത്ഥത്തെ കൂടുതൽ അനുഗമിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് പദത്തിന് പകരം പദം എന്നതിന് പകരം അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനാണ് പാരാഫ്രേസ് അല്ലെങ്കിൽ പരാവർത്തനം എന്ന് പറയുന്നത്. 3ാമത്തത് ഇമിറ്റേഷനാണ്, അനുകരണം. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റാഫ്രേസ്, പദപരിവർത്തനം, പാരാഫ്രേസ്, പരാവർത്തനം,
ഇമിറ്റേഷൻ അനുകരണം. ഈ വിവർത്തനത്തിൽ, അതായത് ഇമിറ്റേഷനിൽ മൂലകൃതിയിലെ പദങ്ങളോടും അർത്ഥത്തോടും സ്വാതന്ത്ര്യം കാണിക്കുന്നതിന് പുറമെ മൂലകൃതിയുടെ ആന്തരികമായിട്ട് മൂലകൃതി എന്താണ് ആവശ്യപ്പെടുന്നത് തോന്നിയാൽ മൂലകൃതിയിലെ ചില പദങ്ങളും അർത്ഥവും കൂടി വിട്ടുകളയാനും വിവർത്തകന് അനുവാദമുണ്ട്. എന്നാൽ നമുക്ക് ആന്തരികമായ അർത്ഥം കിട്ടണമെങ്കിൽ അതിൽ അതായത് മൂലകൃതിയിലെ ചില പദങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുന്നതാണ് അനുകരണം എന്ന് പറയുന്നത് കേട്ടോ. പിഡ്രൈഡൻ്റെ അഭിപ്രായത്തിൽ അനുകരണവും പദാനുപദ വിവർത്തനവും അതിര് കടന്ന ശൈലികളാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊരു വ്യക്തിയാണ് സ്കോട്ട്ലൻഡുകാരനായ അലക്സാണ്ടർ ഫ്രേസർ ടൈറ്റ്ലർ. അദ്ദേഹം 18-ാം നൂറ്റാണ്ടിലെ വിവർത്തന പണ്ഡിതനായിരുന്നു ടൈറ്റ്ലർ. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് അദ്ദേഹം പറയുന്നത് വിവർത്തനം മൂലകൃതിയിലെ ആശയം സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അതായത് എന്താണോ മൂലകൃതി പുറത്തു പറയാൻ ആഗ്രഹിക്കുന്ന ആശയം, ആ ആശയം സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ വിവർത്തനത്തിനും കഴിയണം. രണ്ടാമത്തത് വിവർത്തനത്തിലെ ലേഖന രീതിയിലും ശൈലിയിലും മൂലകൃതിയിലെ ലേഖന രീതിയിലും ശൈലി തന്നെ ആയിരിക്കും. അതായത് മൂലകൃതി എന്ത് രീതിയിലാണോ ഏത് ശൈലിയിലാണോ അത് എഴുതിയിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ എന്തും വേണം, വിവർത്തനവും വേണം. പിന്നെ അദ്ദേഹം പറയുന്ന ടൈറ്റിൽ പറയുന്ന മറ്റൊരു സംഗതി മൂലകൃതിയിലെ ലാളിത്യം മുഴുവനും വിവർത്തനത്തിലും ഉണ്ടായിരിക്കും. എത്രത്തോളം ലാളിത്യത്തോടു കൂടിയാണോ മൂലകൃതി എഴുതിയിട്ടുള്ളത് അതേ ലാളിത്യം വിവർത്തനത്തിലും ഉണ്ടായിരിക്കണം. അപ്പം മൂലകൃതിയോട് സ്വാതന്ത്ര്യം കാണിക്കുന്ന വിവർത്തകർക്ക് കടിഞ്ഞാണിടുകയാണ് ആര് ചെയ്യുന്നത്, ടൈറ്റ്ലർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഡ്രൈഡൻ്റെ സിദ്ധാന്തത്തിന് നേരെ എതിരാണ് ആരുടെ സിദ്ധാന്തം, ടൈറ്റ്ലറുടെ സിദ്ധാന്തം. ഇനി ഫ്രാൻസിസ് ന്യൂമാൻ്റെ അഭിപ്രായത്തിൽ നല്ല വിവർത്തകൻ വിവർത്തനത്തിൽ തനിക്ക് സാധ്യമായിട്ടുള്ളിടത്തോളം മൂലകൃതിയുടെ ഓരോ സവിശേഷതയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുമെന്നാണ്. താൻ മറ്റൊരു കൃതിയെ അനുകരിക്കുകയാണെന്നും തികച്ചും ഭിന്നമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു സാമഗ്രിയാണ് താൻ അനുകരിക്കുന്നതെന്നും വിവർത്തകൻ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ന്യൂമാൻ പറയുന്നുണ്ട്. വിവർത്തകൻ്റെ പ്രാഥമിക കർത്തവ്യം മൂലകൃതിയോട് സത്യസന്ധത പുലർത്തുക എന്നതാണ്. ഈ സിദ്ധാന്തത്തെ മൂലാനുസാരിത്വം എന്ന് വിളിക്കാറുണ്ട്. ആരുടെ സിദ്ധാന്തത്തെ, ഫ്രാൻസിസ് ന്യൂമാൻ്റെ സിദ്ധാന്തത്തെ മൂലാനുസാരിത്വം. മാത്യു ആർണോൾഡ് ന്യൂമാൻ്റെ അഭിപ്രായത്തിന് നേരെ വിപരീതമായ വാദമാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദത്തെ പണ്ഡിത പരിദോഷവാദം എന്നാണ് പറയും. ആരുടെ, മാത്യു ആർണോൾഡിൻ്റെ പണ്ഡിത പരിദോഷവാദം. ഹോമറുടെ കവിതയുടെ ഫലം പുനഃസൃഷ്ടിക്കുകയാണ് വിവർത്തകൻ്റെ ധർമ്മം എന്നാണ് ആര് പറയുന്നത്, അർണോൾഡ് പറയുന്നത്. ഹോമറിനോട് ഗ്രീക്കുകാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഹോമർ തങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നവർക്ക് പറയാൻ കഴിയും. ഗ്രീക്കിൽ പരിജ്ഞാനവും അതുപോലെ പര്യാപ്തമായ കവിതാഭിരുചിയും സംവേദനശീലവുമുള്ള പണ്ഡിതന്മാർക്ക് മൂലകൃതിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വിവർത്തനവും വേണ്ടത്ര വിലയുള്ളതായിട്ട് അനുഭവപ്പെട്ടു എന്ന് വരില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും വിവർത്തനം അവരിൽ ഏതാണ്ട് മൂലകൃതിയുടെ തന്നെ പ്രതികരണം ഉളവാക്കുന്നുണ്ടോ എന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുകയുമുള്ളൂ. തൻ്റെ പ്രവൃത്തിയെപ്പറ്റി തൻ്റെ മാത്രമല്ല മൂല്യനിർണ്ണയത്തിൽ ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയും. ഗ്രീക്ക് അറിയുകയും കവിത ആസ്വദിക്കാൻ അറിയുകയും ചെയ്യുന്ന ആളുകളിൽ അയാളുടെ വിവർത്തനം എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അയാൾ ചോദിക്കേണ്ടതാണ്. അപ്പോൾ വിദ്വാനല്ലാതെ ഒരു വ്യക്തിക്ക് എത്ര തന്നെ കാവ്യാനുഭൂതി ഉണ്ടെങ്കിലും യഥാർത്ഥ മൂല്യനിർണ്ണയം ചെയ്യാൻ കഴിയില്ല എന്നും ആര് പറയുന്നുണ്ട്, അർണോൾഡ് പറയുന്നുണ്ട്. മാത്യു ആർണോൾഡ് തൻ്റെ പാണ്ഡിത്യപ്രധാനമായ സിദ്ധാന്തത്തെ ടച്ച് സ്റ്റോൺ മെത്തേഡ് അഥവാ നികശോപലവാദം എന്ന പേരിലാണ് അവതരിപ്പിച്ചത്. ഒരു ക്ലാസിക് കൃതിയുടെ മൂല്യരൂപവുമായിട്ട് വിവർത്തനത്തെ തട്ടിച്ചു നോക്കി വില കൽപ്പിക്കുന്നതാണ് ഏത് സിദ്ധാന്തത്തിൻ്റെ കാതൽ, നികശോപവലവാദ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളല്ലാത്ത പദങ്ങളില്ലാതെ വരുമ്പോൾ വിവർത്തകന് ഏറ്റവും തുല്യമായ പദം കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ അടിസ്ഥാനപരമായിട്ട് തുല്യത എന്ന സംഭവമുണ്ട്. ആ തുല്യത രണ്ട് തരത്തിലുണ്ട്. അടിസ്ഥാനപരമായിട്ട് തുല്യത രണ്ട് തരത്തിലുണ്ട്. ഒന്ന് രൂപതുല്യത, മറ്റൊന്ന് ചലനാത്മക തുല്യത. രൂപതുല്യതാവാദം എന്ന് പറയുന്നത് മൂലകൃതിയുടെ സന്ദേശത്തിൽ അതിൻ്റെ രൂപത്തിലും ഉള്ളടക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള വിവർത്തനത്തിൽ കവിതയ്ക്ക് കവിത, വാക്യത്തിന് വാക്യം, സങ്കല്പത്തിന് സങ്കല്പം എന്ന ഒരു തുല്യതാക്രമം ഉണ്ടാകും. പിന്നെ റിയു അവതരിപ്പിക്കുന്നുണ്ട്. റിയു എന്ന ഒരു വ്യക്തി അവതരിപ്പിക്കുന്ന സമാന ഫലവാദം ചലനാത്മകതയാണ് അനുകൂലിക്കുന്നത്. ഈ ചലനാത്മക തുല്യതയിൽ വിവർത്തനം മൂലകൃതിയുടെ രൂപത്തിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ആശയത്തോടാണ് ബന്ധം പുലർത്തുക. മൂലഭാഷയിലെ ആശയവും അതിൻ്റെ പ്രേരണയും തമ്മിൽ എന്ത് ബന്ധമാണോ ഉണ്ടായിരുന്നത് അതേ ബന്ധം വിവർത്തനവും അതിൻ്റെ അനുവാചകർ അതായത് പ്രേരണയും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതായാലും കാലം ചെല്ലുന്തോറും രൂപതുല്യതയിൽ നിന്ന് ചലനാത്മക രംഗത്തേക്കുള്ള പുരോഗതിയാണ് വിവർത്തന രംഗത്ത് അനുഭവപ്പെട്ടു വന്നിട്ടുള്ളത്.
ഇനി ജെ.സി. കാറ്റ്ഫോർഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് വിവർത്തനത്തിൻ്റെ ഭാഷാശാസ്ത്ര സിദ്ധാന്തം. ആരുടെ? ജെ.സി. കാറ്റ്ഫോർഡിൻ്റെ ഒരു ഗ്രന്ഥമാണ് വിവർത്തനത്തിൻ്റെ ഭാഷാശാസ്ത്ര സിദ്ധാന്തം. അംഗീകൃതമായൊരു വിവർത്തന ശാസ്ത്ര ഗ്രന്ഥമാണത്. കാറ്റ്ഫോർഡിൻ്റെ സിദ്ധാന്തങ്ങളുടെ സാരം എന്താണെന്ന് നമുക്ക് നോക്കാം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാരമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു ഭാഷയിലെ ഒരു കൃതിയിലെ സ്ഥാനത്ത് മറ്റൊരു കൃതിക്ക് രൂപം നൽകുകയാണെന്ത്? വിവർത്തനം. വിവർത്തനത്തെ സംബന്ധിച്ച ഏത് സിദ്ധാന്തവും സാമാന്യ ഭാഷാശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെ ആശ്രയിക്കുന്നതാണ്. ഭാഷകൾ തമ്മിലുള്ളൊരു പ്രത്യേകതരം ബന്ധത്തെയാണ് വിവർത്തന സിദ്ധാന്തം ആശ്രയിച്ചിരിക്കുന്നത്. അത് താരതമ്യാത്മക ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയുമാണ്. ഏത് തരത്തിൽപ്പെട്ട രണ്ട് ഭാഷകൾ തമ്മിലും വിവർത്തനം സാധ്യമാകും. കാറ്റ്ഫോർഡിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് വിവർത്തനം സ്രോതഭാഷയിലെ പാഠ്യസാമഗ്രിയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാഷയിലെ പാഠ്യസാമഗ്രി പ്രയോഗിക്കലാണ്. പൂർണ്ണം, ഭാഗികം എന്ന രണ്ട് വിധത്തിൽ എന്തുണ്ട്? വിവർത്തനങ്ങളുണ്ട്. സ്രോതഭാഷയിലെ സാമഗ്രിയെ ശബ്ദകോശ ഭാഗം, വ്യാകരണ ഭാഗം, ധ്വനി ഭാഗം, ലിപി ഭാഗം എന്നിങ്ങനെ പലതായിട്ട് വിഭജിക്കും. ഇവയിൽ ഏതെങ്കിലും ഒരു തലത്തിലോ പല തലങ്ങളിലോ ആയിട്ട് വിവർത്തനം സാധ്യമാവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം വിവർത്തനത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിവർത്തനത്തെ പറയുന്നത് റാങ്ക് ബൗണ്ട് ട്രാൻസ്ലേഷൻ എന്നാണ്. സ്രോതലക്ഷ്യ ഭാഷകളുടെ വിവിധ ഘടകങ്ങൾ തമ്മിൽ രണ്ട് തരം ബന്ധമുണ്ട്. രൂപാധിഷ്ഠിത തുല്യതാബന്ധവും പിന്നെ സന്ദർഭാധിഷ്ഠിത തുല്യതയുമാണ് രണ്ട് ബന്ധങ്ങൾ. രണ്ട് ഭാഷകളുടെ വ്യാകരണ ഘടനയും അക്ഷരവ്യവസ്ഥയും മറ്റും ഒരേ തരത്തിലായിരിക്കണമെന്നില്ലാത്തതുകൊണ്ട് രൂപാധിഷ്ഠിത തുല്യത പൊതുവെ കുറവായിരിക്കും. അതിനാൽ സന്ദർഭാധിഷ്ഠിത തുല്യതയ്ക്ക് പ്രാധാന്യം കൂടും. വാക്യതലമാണ് വിവർത്തന തുല്യതയ്ക്ക് ഏറ്റവും പറ്റിയ ഘടകം. ഒരു സ്രോതഭാഷാ സാമഗ്രിയും ഒരു ലക്ഷ്യഭാഷാ സാമഗ്രിയും അർത്ഥത്തിൻ്റെ ഒരേ തരം സവിശേഷതകളുമായിട്ട് ബന്ധപ്പെടുന്നതാവുന്നതാണെങ്കിൽ അവ തമ്മിൽ വിവർത്തന തുല്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. വിവർത്തന പ്രക്രിയയിൽ പദകോശം, വ്യാകരണഘടന, അർത്ഥം എന്നീ മൂന്ന് ഭാഗങ്ങൾക്കും സംഭവിക്കുന്ന പരിണാമം സൂക്ഷ്മ പരിശോധന അറിയിക്കുന്നുണ്ട്. വാക്യഘടനയും മറ്റ് ഘടനാത്മക ഭാഷാശാസ്ത്രം എന്ന ശാഖയിലെ വിഷയങ്ങളാണ്. അർത്ഥവിചാരം സെമാൻറ്റിക്സ് എന്ന ശാസ്ത്രശാഖയിലാണ് ഉൾപ്പെടുന്നത്. അത് അതൊക്കെ വൺ വേർഡ് വരും കേട്ടോ. അതിനാണ് അതൊക്കെ അവിടെ പറയുന്നത്. കാണാൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, വൺ വേർഡിന് വേണ്ടിയിട്ടാണ്. അത് സാമൂഹിക ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അങ്ങനെ ഭാഷാശാസ്ത്രത്തിലെ ശാസ്ത്രീയ തത്വങ്ങളുമായി ബന്ധപ്പെട്ടത് കാരണം വിവർത്തനം തികച്ചും ശാസ്ത്രീയമായ ഒരു പഠന വിഷയമായി തീരുന്നുണ്ട്. മലയാളത്തിലെ പ്രശസ്തമായ അനേകം കൃതികൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ ഇ. വിശ്വനാഥ അയ്യർ. വിവർത്തനത്തിൻ്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ വശങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുമുണ്ട്. ഈ ലേഖനത്തിൽ വിവർത്തന സംബന്ധിയായി പാശ്ചാത്യ നാടുകളിൽ രൂപം കൊണ്ട സിദ്ധാന്തങ്ങളെയാണ് അദ്ദേഹം നമ്മെ പരിചയപ്പെടുത്തുന്നത്. പാശ്ചാത്യർ വിവർത്തനത്തെ ശാസ്ത്രീയമായി സമീപിച്ചവരാണ് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. കുറ്റമറ്റൊരു വിവർത്തനം എങ്ങനെയാവണം? വിവർത്തനത്തിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്? വിവർത്തന പ്രവർത്തന രീതികളുടെ നന്മയും പരിമിതികളും ഇവയെല്ലാം തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ അവയെക്കുറിച്ചെല്ലാം ഉൾക്കാഴ്ച നൽകുന്നതാണ് നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രൗഢഗംഭീരമായ ഈ ലേഖനം. ഇത്രയാണ് ആ യൂണിറ്റിൽ വരുന്നത് കേട്ടോ.